പുതിയ വീഡിയോ ബ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പുതിയ 2025 മോഡൽ ഗ്രാമിറ്റാര ഡെൽറ്റ വണ്ടിയുടെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറെ ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുള്ളത്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്കത് കണ്ടു നോക്കാം. ഇതിന്റെ ഓഫറും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഹെഡ്ലാമ്പ് വരുമ്പോൾ തന്നെ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലാംപ്സ് ആയിരിക്കും. വാം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് ഇതിന്റെ DRL വരുവാണെങ്കിൽ 3 ചേമ്പർ ആയിട്ടുള്ള നോർമൽ മട്ടത്തെ പോലെ തന്നെ LED DRL വരുന്നത്. ഗ്രില്ല് വരുവാണെങ്കിൽ ക്രോം ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ കാണാം. സ്കിറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് വരുന്നുണ്ട്. അത് സിൽവർ ടോൺ ഫിനിഷ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഇത് നെക്സ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇത് നമുക്ക് ഇതിന്റെ ഡെൽറ്റ വേരിയന്റോട്ട് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് നേരത്തെ നമുക്ക് സിഗ്മ എടുക്കുന്നവർക്ക് ഈ ഒരു കളറുകൾ കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ ഇനിയും തൊട്ട് വരുന്ന എല്ലാ ഗ്രാമിറ്റായിരിക്കും സിഗ്മയ്ക്ക് ഈ കളർ ഇല്ല. ഡെൽറ്റ തൊട്ടായിരിക്കും നമുക്ക് നെക്സ ബ്ലൂ, റെഡ്, അങ്ങനെ പല പ്രീമിയം കളർ നമുക്ക് ഡെൽറ്റ തൊട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് സിഗ്മയിൽ ഈ കളർ ആവശ്യപ്പെടുന്നവരെല്ലാം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സിഗ്മ ബ്ലൂ കളർ. അപ്പൊ സിഗ്മ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 13 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് വരുന്നത്. ഇപ്പം ഡെൽറ്റ എടുക്കുന്നവർക്ക് ഒരു 14 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് ഓഫർ കൂടിയിട്ട് എടുക്കാനുള്ള സമയമാണ് ഇപ്പം ഗ്രാമിറ്റാർ എടുക്കുന്നവർക്ക്. അതിന്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം 17 ഇഞ്ച് ടയർസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. സെയിം ഫുൾ ഓപ്ഷൻ അതേ പ്രൊഫൈലുള്ള ടയർസ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വീലിൽ ക്ലാഡിങ്സ് ഒക്കെ വരുവാണെങ്കിൽ സെയിം ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. പിയാനോ ബ്ലാക്ക് അല്ല, നോർമൽ ഒരു മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സൈഡ് മിറേഴ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടുത്തെ മറ്റേ സീറ്റിലും ആൽഫയിലും പോലെ നമുക്ക് ആ ക്രോം ഫിനിഷ് ഇല്ല. നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇല്ല. നമുക്ക് ഗ്ലാസസ് വരുന്നത് നോർമൽ ഗ്ലാസസ് ആയിരിക്കും, ടിൻഡഡ് അല്ല. നമുക്ക് റൂഫ് റെയിൽസ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഏറ്റവും പുതിയ ഗ്രാമിറ്റയുടെ ഡെൽറ്റയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിന്റെ ഡെൽറ്റ മോഡലിലോട്ട് നമുക്ക് ഇതിന്റെ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ തന്നെ ബോഡി കളർ പെയിന്റഡ് ആയിരിക്കും. ഇതിൽ തന്നെ റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അണ്ടർ ബോഡി ക്ലാഡിങ്സ് ഒക്കെ വരുവാണെങ്കിൽ ഇൻബിൽറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്ലാഡിങ്സ് ആണ്. 210ഓളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമ്മുടെ മാരുതി വണ്ടികൾ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു മോഡലാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ സിൽവർ ടോൺ ഫിനിഷ് ഉണ്ട്. ഇൻബിൽറ്റ് സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷാർപ്പിൻ ആന്റിനയാണ്. റിയർ വൈപ്പർ വരുന്നില്ല. റിയർ ഡീഫോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റിയർ ടെയിൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ LED ടെയിൽ ലാംപ്സ് ആണ്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ഗ്രാൻഡ് വിറ്റാര എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഡെൽറ്റ എന്നുള്ള സ്പെഷ്യൽ ബാഡ്ജിങ് ഒന്നും ഇല്ല. നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് വൈസ് ഒക്കെ നോക്കി ഐഡന്റിഫൈ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് ഉണ്ട്. സ്കിറ്റ് ലൈറ്റ് ഇൻബിൽറ്റ് ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബൂട്ട് വരുവാണെങ്കിൽ സെയിം എല്ലാ ഗ്രാൻഡ് വിറ്റാര പോലെ തന്നെ അത്യാവശ്യം വലിയ ബൂട്ട് കപ്പാസിറ്റിയാണ് നമുക്ക് വരുന്നത്. റിയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പണ്ടത്തെ സ്റ്റെപ്പിനി വീൽ ഇപ്പം വരുന്നില്ല. ഇപ്പം ഗ്രാൻഡ് വിറ്റാര സിഗ്മ ഡെൽറ്റ ഏത് വരുന്നെടുത്താൽ നമുക്ക് സ്റ്റെപ്പിനി വീൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനി നമുക്ക് തരുന്നത് പഞ്ചർ കിറ്റ് ആണ്. അത് നമ്മുടെ സ്റ്റെപ്പിനി തന്നെ ഈ പോർഷനിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ അലോവിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കമ്പനി തന്നെ അവൈലബിൾ ആണ്. വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചർ കിറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വണ്ടി റൺ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ഹെവി ബോഡി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഗ്രാമിറ്റാരുടെ ഏത് വേരിയന്റ് എടുത്താൽ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ എഞ്ചിൻ ഓപ്ഷൻ ആണ് കിട്ടുന്നത്. 1.5 ലിറ്റർ എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വരുന്നത്. എഞ്ചിനിലും കാര്യങ്ങളും നമുക്ക് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. മാനുവൽ മോഡലിന് ഏകദേശം 20-ന് മേളിലും ഓട്ടോമാറ്റിക് വേരിയന്റിന് 20-ന് മേളിലും മൈലേജ് തരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. ഇപ്പം ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും പുതിയ 2-3 വേരിയന്റുകളോട് മാരുതി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പം ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന മോഡലുണ്ട്, ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വണ്ടി. ആ ഹൈബ്രിഡ് മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 19 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ഹൈബ്രിഡ് വണ്ടി ഇറക്കാൻ പറ്റും. ആ വണ്ടിക്ക് നമുക്ക് 28ഓളം മൈലേജ് വരുന്നുണ്ട്. ഇതിന് തന്നെ നമുക്ക് സീറ്റ പ്ലസ്, ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ മോഡലുകളുണ്ട്. ആ മോഡലിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 21 ലക്ഷം രൂപ, 23 ലക്ഷം രൂപ റേഞ്ച് നമുക്കുള്ള വണ്ടികൾ അവൈലബിൾ ആണ്. ഈ ഹൈബ്രിഡ് വേർഷന്റെ നമുക്ക് പഴയ വണ്ടികൾ അവൈലബിൾ ആണ്. ആർക്കൊക്കെ ഗ്രാൻഡ് വിറ്റാര നോക്കുന്നുണ്ടോ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഗ്രാൻഡ് വിറ്റാരയുടെ ഇൻസൈഡ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാരയുടെ മാരുതി സേഫ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഏത് സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ ഏത് വേരിയന്റ് എടുക്കുന്നവർക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് സിഗ്മ, ഡെൽറ്റ മോഡലുകൾക്ക് 6 എയർ ബാഗ് ഇല്ലാതെ ഇപ്പം ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലുകൾ വന്നിട്ടുണ്ട്. അത് ഹൈബ്രിഡ് എഞ്ചിനാണ്. ആ വണ്ടി എടുക്കുന്നവർക്ക് 6 എയർ ബാഗ് കിട്ടുന്നുണ്ട്. അപ്പൊ ഏറ്റവും നല്ല ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് സേഫ്റ്റി നോക്കുന്നവർക്കെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇപ്പം ഗ്രാൻഡ് വിറ്റാര. സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇന്റീരിയറിലെ ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ട് കണ്ടു നോക്കാം. അപ്പൊ ഇന്റീരിയറിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാരയുടെ ഇന്റീരിയർ കാഴ്ചയിലേക്ക് നമുക്ക് ഡെൽറ്റ വേരിയന്റാണ് നമ്മൾ മുമ്പിൽ കിടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്ക് കോൾ കണക്ടിവിറ്റി ഓപ്ഷൻ ഒക്കെ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ടെലിസ്കോപ്പിക് ഓപ്ഷൻ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡോർ പാഡൊക്കെ വരുന്നത് നോർമൽ പാഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഓട്ടോ പവർ വിൻഡോസ് ഓപ്ഷൻ ഉണ്ട് സൈഡ് മിറർ. ബാക്കിയെല്ലാം നമുക്ക് നോർമൽ പവർ വിൻഡോസ് തന്നെയാണ്. മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ തടി കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് എസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നത് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആയിരിക്കും. ഇതിൽ തന്നെ സുസുക്കി കണക്ട്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വയർലെസ് ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് വയർലെസ് ചാർജറിന്റെ ഓപ്ഷൻ വരുന്നില്ല. ഗിയർ നോബ് നോർമൽ ഗിയർ നോബ് ആണ്. ഇവിടെ 2 സ്റ്റോറേജ് സ്പേസ് കാണാം.
ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ്. കുറച്ച് ഡീപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ പാഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സൈഡ് ഫ്രണ്ട് പാനലിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ സിൽവർ ഫിനിഷ്, ഇവിടെ ഒരു ഫിനിഷ് കാണാം. ഇത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ അല്ല. നമുക്ക് സീറ്റ് ആൻസയിലൊക്കെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വിത്ത് ലെതർ ഫിനിഷും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻസൈഡ് മിറർ ഓട്ടോ ഡിമിംഗ് അല്ല, നോർമൽ മിറേഴ്സ് തന്നെയാണ് വരുന്നത്. റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നോർമൽ ആണ്, LED ആയിരിക്കത്തില്ല. ഇവിടെ വാനിറ്റി മിറർ ആയിരിക്കുന്നുണ്ട്, വിത്ത് ലാമ്പ് വരുന്നില്ല. ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ കോ ഡ്രൈവറിന്റെ അവിടെ വിത്ത് ലാമ്പും വരുന്നില്ല, വിത്ത് നോർമൽ മിറേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ സ്പ്രിംഗ് ലോഡർ ആണ്. പുതിയ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റയിൽ നമുക്ക് എയർ ബാഗ്സ് വരുന്നത് സ്റ്റിയറിംഗ് വീലിലൊന്ന്, ഈ ഭാഗത്തൊന്ന്, നമുക്ക് സീറ്റ്സിനുള്ളിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, ഈ പില്ലറിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. റിയറിലുള്ളേക്ക് നല്ല ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാര്യങ്ങൾ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിലത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഗ്രാൻഡ് വിറ്റാര നമ്മൾ റിയർ സീറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര. 2600ഓളം വീൽ ബേസ് വരുന്ന ഈ സെഗ്മെന്റിൽ വിൽക്കുന്ന എക്സ്യൂവികളിൽ ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. ബാക്ക് സീറ്റ് നമുക്ക് റിക്ലൈൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കുറച്ച് ചാരി ഇരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാര വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് ആണ്. നമുക്ക് റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ആണ് ഇപ്പം വരുന്നത്. അവിടെ തന്നെ നമുക്ക് പണ്ട് USB ടൈപ്പ്, C ടൈപ്പ് 2 ടൈപ്പുള്ള നമുക്ക് കാണാൻ ചെയ്യാറ്. ഇപ്പം രണ്ടും C ടൈപ്പാണ് നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലാസസ് ഒക്കെ അത്യാവശ്യം വൈഡ് ആണ്. റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഡോർസ് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ തന്നെ സ്പ്രിംഗ് ലോഡഡ് ആണ്. എല്ലാം അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള വണ്ടിയാണ്. ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് റിയറിൽ ആംബ്രസ്റ്റ് വിത്ത് ഹബ് ഹോൾഡർ ആണ് വരുന്നത്. നമുക്ക് ഇപ്പം പുതിയ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ തൊട്ടാണ് നമുക്ക് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും മാരുതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റയ്ക്ക് ഗംഭീര ഓഫർ മാരുതി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടി എടുക്കുന്നവർക്ക് 1,20,000 രൂപയാണ്, 25,000 രൂപയുടെ ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 2025 ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചറിംഗ് വണ്ടി എടുക്കുന്നവർക്ക് നമുക്ക് ഇത്ര ഓഫർ കിട്ടുന്നത്. അപ്പൊ ആർക്കെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ നോക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് എടുക്കാനായിട്ട്. നിങ്ങൾ ഓഫർ മിസ് ചെയ്യല്. കാരണം ഇനി ഒരു ഓഫർ നമുക്ക് വരുന്ന ഓണത്തിന്റെ സമയത്തായിരിക്കും. അത്ര നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കണമെന്നില്ല. നമുക്ക് ഇപ്പം തന്നെ ഈ വണ്ടികൾ അവൈലബിളും ആണ്, ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര എടുക്കാനായിട്ട്. കാരണം 1,25,000 രൂപയുള്ള നമുക്ക് എക്സൈസ് ബോണസ്, കൺസ്യൂമർ ഓഫർ എല്ലാം ചേർത്ത് ഓഫർ വന്നിരിക്കുന്നത്. ഇതിന് 2 എയർ ബാഗ് മോഡൽ എടുക്കുന്നവർക്കായിരിക്കും ഇത്ര ഓഫർ വരുന്നത്. 6 എയർ ബാഗ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എടുക്കുന്നവർക്ക് 60,000 രൂപകളായിരിക്കും ടോട്ടൽ ഓഫർ വരുന്നത്. ഏത് വണ്ടി എടുക്കണം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വലിയ ഡിഫറൻസ് ഇല്ല രണ്ട് വണ്ടികൾ തമ്മിൽ. എയർ ബാഗ്സിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് വന്നു, റൂഫ് റെയിൽസ് വന്നു. പിന്നെ നമുക്ക് വരുന്നത് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റയിൽ കൂടിയിട്ടുള്ളൂ. സിഗ്മയിൽ ഒരുപാട് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പം ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ തൊട്ടാണ് നമുക്ക് പല പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നത്. അതായത് സുസുക്കി കണക്ട്, നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, 6 എയർ ബാഗ്, റൂഫ് റെയിൽസ്, അങ്ങനത്തെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ഡെൽറ്റ വേരിയന്റ് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ നമുക്കിപ്പം വണ്ടികൾ ഡെലിവറി എടുക്കുന്ന ഏറ്റവും കൂടുതൽ ഇപ്പം ഡെൽറ്റ മോഡലാണ്. സിഗ്മ മോഡലുകൾ പണ്ടായിരുന്നു കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. അവരിലേക്ക് ഈ ഡെൽറ്റയിലോട്ട് വരണം. കാരണം ഇപ്പൊ ഇതിന് നമ്മൾ പ്രൈസ് ഡിഫറൻസ് ഇല്ല. ഇതിന്റെ മാനുവൽ മോഡൽ നമുക്ക് 14 ലക്ഷം രൂപയ്ക്ക്, ഓട്ടോമാറ്റിക് വേരിയന്റ് നമുക്ക് 16 ലക്ഷം രൂപയ്ക്കും, ഇതിന്റെ സിഗ്മ എടുക്കുന്നവർക്ക് 13 ലക്ഷം രൂപ ആകുന്നുണ്ട്. അപ്പൊ സിഗ്മയും ഡെൽറ്റയും തമ്മിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ. അപ്പൊ ഡെൽറ്റ വീഡിയോ കാണുന്നവരെല്ലാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു. നമുക്ക് ഓൾ കേരള എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. ആർക്കൊക്കെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേണമെങ്കിൽ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷോറൂമിൽ നേരിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. പുറത്തെ വേറൊരു വ്യക്തി ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഷോറൂം യാർഡ് ഒറ്റ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഷോറൂംസ് വരുന്നത് തിരുവല്ല, കോട്ടയം, അടൂർ, പത്തനംതിട്ട, പാല എല്ലാ സ്ഥലങ്ങളും വരുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ഓപ്ഷൻസും ഉണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ല. നിങ്ങൾ വരുന്ന ലൈക്കും സബ്സ്ക്രൈബ് ആണ് നമുക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോകളുമായിട്ട് വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.